ശാന്തമായ ഒരു സംഗീതം മാത്രം കേട്ടാൽ അത് സകല മനുഷ്യർക്കും ആസ്വദിക്കാൻ കഴിയും. എന്നാൽ അതിനുള്ളിൽ ഒരു ഹൈന്ദവ വരികളോ ക്രിസ്ത്യൻ വരികളോ മറ്റിതര മതങ്ങളുടേതായ വരികളോ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് പരിമിതമായ ഒരു ആളുകൾക്ക് മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ. എല്ലാവരും അത് അംഗീകരിക്കണം എന്നില്ല. എന്നാൽ ശാന്തമായ സംഗീതം എല്ലാവരും ആസ്വദിക്കും. ഇതുപോലെ തന്നെ ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ ആത്മാവെന്ന നിലവാരത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ സർവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പ്രതിരൂപമായി നമുക്ക് മാറുവാൻ കഴിയും. എന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് നാം ജനിക്കപ്പെട്ട മതത്തിൻ്റെതായ വരികൾ ആഡ് ചെയ്യപ്പെടുമ്പോൾ അവിടെ നമ്മൾ വ്യത്യസ്തരായി ഇടുങ്ങിയ മനസ്സുള്ളവരായി മാറും. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. ഇത്തരം അശുദ്ധ സംഗീതങ്ങളിൽ നിന്ന് നാം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ആത്മാക്കളാണെന്നുള്ള തിരിച്ചറിവിൽ വേർപെട്ട് നിൽക്കുകയും ജാതി, മതം, വേഷം, ഭാഷ, രാജ്യം എന്നുള്ള എല്ലാ അതിർവരമ്പുകളെയും ഖണ്ഡിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സോടുകൂടെ, കാരണം ദൈവം തൻ്റെ ജീവൻ കൊടുത്തത് സകല മനുഷ്യർക്കും വേണ്ടിയാണ്, സകല മനുഷ്യരെയും അവൻ സ്വതന്ത്രരാക്കി ദൈവവുമായി പിതാവുമായി രമ്യതപ്പെടുത്തി കണ്ണടച്ചു കഴിഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഉണ്ടായ ഒരു കാര്യമല്ല. യേശു കാൽവറി ക്രൂശിൽ കൂടെ ഉണ്ടാക്കിയപ്പം ലഭിച്ച ഒന്നാണ് നാം അറിയുന്ന, തിരിച്ചറിയുന്ന വിഷയം. അതാണ് വിശ്വാസം. ഇന്ന് പലരും വിശ്വാസത്തെക്കുറിച്ചൊക്കെ തെറ്റായിട്ട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഡിവിഷനുകൾ ഉണ്ടായത്. യേശു ഡിവിഷൻകാരനല്ല. നമ്മുടെ ഗുരു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി വിളിക്കും. നാം നമ്മുടെ ശരീരമല്ല, കാണപ്പെടുന്ന നമ്മുടെ ശരീരമല്ല, പകരം ഉള്ളിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധത്തിൽ നിന്നുകൊണ്ടാണ് നാം ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം. ഞാൻ വിശുദ്ധനാണ്, ഞാൻ അതാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശരീരപ്രകാരം ഞാനെല്ലാം ചെയ്ത് വിശുദ്ധനായി കഴിയുമ്പോൾ എനിക്ക് പുത്തനാമരുശലേമിൽ പോകാമെന്നൊക്കെ പഠിപ്പിക്കുന്ന പഠിപ്പീരികൾക്കൊക്കെ അപ്പുറത്ത് യാഥാർത്ഥ്യം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പരിപൂർണ വിശുദ്ധരാണെന്നുള്ളതാണ്. ആ വിശുദ്ധരായവർക്ക് വേണ്ടി ദൈവം മുന്നമേ ഒരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികളിൽ ഭാഗമാകുവാൻ ആ ഫലം തരുന്ന ഗുരുവിനോട് ചേർന്നുകൊണ്ട് മതാതീത ചിന്തകളിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തിൻ്റെ പ്രകാശം നമ്മിൽ വ്യാപരിക്കുവാനിടയാകുന്നത്.